ഈ കാണുന്ന ലൈഫ് ജാക്കറ്റ് ഇടാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വീട്ടിലൊന്ന് ചൊറിയും കുത്തിയിരുന്നപ്പോഴാണ് എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോയാലോ എന്ന് വിചാരിച്ചത്. പക്ഷെ അധികം ദൂരത്തോട്ട് പോകാനായിട്ടും വയ്യ. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഒരു സ്പോട്ടിലോട്ടാണ് ഞാൻ ഒന്ന് പോണത് കേട്ടാ. പോയത് എന്തായാലും വേർത്തായി. അത് പോകുന്ന വഴിയിലത്തെ കാഴ്ചകൾ കൊണ്ട് തന്നെ ഇതാ കണ്ടില്ലേ, നല്ല രീതിക്ക് കാട് പിടിച്ച് കിടക്കുന്ന പോലത്തെ ഒരു റൂട്ടാണ്. റോഡ് നല്ല റോഡാണ്. അതുപോലെ തന്നെ അധികം വണ്ടികളുടെ ശല്യം നമുക്കില്ല. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു സീനറി ഉണ്ടല്ലോ, അതാണ് പോയ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അറ്റത്തൊരു കുന്ന്, അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ, അതുപോലെ തന്നെ ചെറിയൊരു ഫോഗ്. അടിപൊളി തന്നെയായിരുന്നു കേട്ടാ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കാടും ഭംഗിയൊക്കെ ആസ്വദിച്ച് എത്തിയത് എവിടേക്കാൻ എന്താ കണ്ടില്ലേ, ചിമ്മിനി ഡാമിലോട്ടാണ്. അവിടെ ഏകദേശം ഒരാൾക്ക് 45 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. അതൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ടാ. അങ്ങനെ ഡാമിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടില്ലേ, ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. വന്നത് എന്തായാലും വെറുത്തായ പോലെയായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അവിടെ കുറച്ച് നേരം തട്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ കാണുന്ന വട്ടത്തോണി കണ്ടത്. ഒരാൾക്ക് 250 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തോണിയിൽ കയറിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ഈ ഡാമിൽ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ആ കാശൊക്കെ കൊടുത്ത് ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് ആ വട്ടത്തോണിയിൽ കയറി. മൊത്തത്തിൽ എൻ്റെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. വേറൊന്നുമല്ല, എൻ്റെ ലൈഫിൽ താഴത്തെ എക്സ്പീരിയൻസ് ആണ് ഈ വട്ടത്തോണി റൈഡ്. അതുപോലെ തന്നെ അറ്റത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്പോട്ടിലാച്ച ചാറ്റൽ മഴയുള്ളൂ. അപ്പം അറ്റത്ത് പെയ്യുന്ന മഴ, നമുക്ക് ചാറ്റൽ മഴ. അപ്പം ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ രീതിയിൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കൊണ്ടും വല്ലാത്തൊരു എക്സ്പീരിയൻസുമായി. അതുപോലെ തന്നെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് കാണാനായിട്ട് പറ്റിയേനുമില്ല. അപ്പം അങ്ങനെ വട്ടത്തോണിയിലത്തെ യാത്ര കഴിഞ്ഞിങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ചേട്ടൻ നൈസായിട്ട് ആ തോണി തിരിച്ചുവിട്ട് ഈ കാണുന്ന രീതിയിൽ അതിൽ മൊത്തം കിളിയും ശരിക്കും പറന്ന് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിമ്മിനി ഡാമിലത്തെ യാത്രകളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ മെല്ലേനെ ഇങ്ങോട്ട് മടങ്ങുന്ന വഴിക്ക് ഇതാകണ്ടില്ലേ, എന്നെക്കാട്ടും പ്രായമുള്ളൊരു വണ്ടിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചാനലിലത്തെ അല്ലെങ്കിൽ നമ്മുടെ പേജിലത്തെ ആദ്യത്തെ ഒരു ട്രാവൽ വ്ളോഗാണ്. തെറ്റുകുറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബായ്.